മോദിജി അധികാരത്തിൽ കയറിയത് ഏഴരാണ്ട ശനി സമയത്താണ്. യഥാർത്ഥത്തിൽ 12 കൂടി ലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ 12 ശനി സഞ്ചരിക്കുന്ന സമയത്ത് പാപം വ്യയം ച പതനം നിരയെ വാമാമ്പകം സ്ഥാനഭ്രംശം വൈകല്യം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്ഥാനഭ്രംശം അല്ലേ വരേണ്ടത്? അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റമല്ലേ ഉണ്ടായത്? ട്രഡീഷണൽ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജ്യോതിഷത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും അല്ലെങ്കിൽ ജ്യോതിഷികൾ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ കുറച്ച് ലിബറൽ ആയിട്ടുള്ള ജ്യോത്സ്യന്മാർ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിലൊരാളാണ് മാഡം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറയണത് ശരിയാണോ? കണ്ടകശനി എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിലുള്ള ഒരു സംഭവമാണ്. കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് കണ്ടകശനി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, കണ്ടകശനി പോലെ ഒരെണ്ണം തന്നെയാണ് ഈ 7.5 ശനിയും. 7.5 വർഷം ശനി സഞ്ചരിക്കുന്ന സമയം എന്ന് വെച്ചാൽ എന്താണ് ഈ 7.5 ശനി എന്ന് പറഞ്ഞാൽ, 7.5 ശനിയിലെല്ലാം നഷ്ടപ്പെടും, സ്ഥാനഭ്രംശം, പിന്നെ എന്തെങ്കിലും അപകടം, അല്ലെങ്കിൽ ഒന്നിനും ഉയർച്ചയില്ലാത്ത തടസ്സങ്ങൾ, ഇതൊക്കെയാണ് പറയുന്നത്. സ്വയമേ ആൾക്കാർ നമ്മളടുത്ത് ഇങ്ങോട്ട് വന്ന് പറയുന്ന എനിക്ക് കണ്ടകശനിയാണ്, അതുകൊണ്ട് ഒന്ന് മാം എൻ്റെ സമയം ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിക്കും, എന്താ കണ്ടകശനി? അല്ല, എൻ്റെ ചന്ദ്രാൽ ഇങ്ങനെ നിൽക്കുന്നു. യഥാർത്ഥത്തിൽ കണ്ടകശനി എന്ന് പറയുന്നതോ 7.2 ശനി എന്ന് പറയുന്നതിനകത്തും ഒരു കൊമേഴ്ഷ്യൽ ട്രിക്കുണ്ട്. അതിൻ്റെ ഒരു കാരണം പറഞ്ഞുതരാം. നമ്മൾ ഈശ്വരവിശ്വാസി അല്ലാതില്ല, ഞാൻ വളരെ നല്ല ഈശ്വരവിശ്വാസി തന്നെയാണ്. പക്ഷേ കൊമേഴ്ഷ്യലാക്കി ഒരു ജ്യോതിഷത്തിൻ്റെ ഒരു കണ്ടൻറ്റിനെ കൊമേഴ്ഷ്യലാക്കി മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിൻ്റെ ഒരു വിക്റ്റമാണ് പല ജനങ്ങളും അനുഭവിക്കുന്നത്. വിക്റ്റിമായിട്ട് പലരും മാറിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ 7.2 ശനിയാകുമ്പോൾ നീരാഞ്ജന വിളക്ക് അമ്പലത്തിൽ കത്തിച്ചാൽ മാറും. അപ്പോൾ ക്ഷേത്രത്തിൽ തന്നെ അനൗൺസ്മെൻറ്റ് നടത്തുന്ന പലയിടങ്ങളുമുണ്ട്. ഇന്ന നക്ഷത്രക്കാർക്ക് കണ്ടകശനി, ഇന്ന നക്ഷത്രക്കാർക്ക് 7.2 ശനി. അവരെല്ലാം വന്ന് നീരാഞ്ജന വിളക്ക് കത്തിച്ചാൽ അത് മാറ്റം വരും. ഈ നീരാഞ്ജന വിളക്കിൻ്റെ സയൻസ് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ശനി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടാകുമ്പം നമുക്കൊരു അലസത, മടി, എപ്പോഴും ഒരു ക്ഷീണം ഉണ്ടാകും. ആ ക്ഷീണം ഉണ്ടാകുന്നതിനെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് എള്ളെണ്ണ കത്തിച്ചിട്ട് ആ പുക ശ്വസിക്കുക എന്നുള്ളതാണ് ശാസ്ത്രം. അതാണ്. പക്ഷെ വീട്ടിൽ ഇരുന്നിട്ട് ആൾക്കാർ കണ്ടകശനിയുടെ എണ്ണ വിളക്ക് അവിടെ കത്തിക്കും. മനസ്സിലായ? അപ്പം ഇത് എങ്ങനെ പോവുകയാണ്? ഇത് യഥാർത്ഥത്തിൽ അമ്പലത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു രീതിയായിട്ട് പോവുകയാണ്. ഒരു അമ്പലക്കാരെയും ഞാൻ കുറ്റം പറയല്ല, പക്ഷേ നമുക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ശാസ്ത്രം അങ്ങനെ പോയപ്പം എന്താ സംഭവിച്ചത്? ജനങ്ങളുടെ ഇടയിൽ ഇതൊരു ഭീതിയായി മാറി. മനസ്സിലായോ? അപ്പോൾ കണ്ടകശനിയും 7.2 ശനിയും വേറൊരു തരത്തിൽ ജനങ്ങളുടെ മനസ്സിൽ പതിയാനിടയായി. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ മോദിജി അധികാരത്തിൽ കയറിയത് 7.2 ശനി സമയത്താണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ നിന്ന് ഒരു MP ആയിട്ട് ജയിച്ച് വന്നപ്പം ദേശീയ നേതാക്കളെല്ലാം ഉള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അനിഴ നക്ഷത്രവും ലഗ്നവും വൃശ്ചികൻ രാശിയാണ്, നക്ഷത്രവും വൃശ്ചികൻ രാശിയാണ്. ആ ലഗ്നത്തിൻ്റെയും ചന്ദ്രൻ്റെയും 12 കൂടി ശനി സഞ്ചരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം അധികാരത്തിൽ കയറിയത്. യഥാർത്ഥത്തിൽ 12 കൂടി ലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ 12 ശനി സഞ്ചരിക്കുന്ന സമയത്ത് പാപം വ്യയം ച പതനം നിരയെ വാമാമ്പകം സ്ഥാനഭ്രംശം വൈകല്യം എന്നാണ് പറയുന്നത്. 12 എന്ന് പറയുന്ന സ്ഥാനഭ്രംശം എന്നാണ്. അപ്പം അങ്ങനെ വരുമ്പം സ്ഥാനഭ്രംശം അല്ലേ വരേണ്ടത്? അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റമല്ലേ ഉണ്ടായത്? മനസ്സിലായോ? അപ്പം സ്ഥാനക്കയറ്റം ഉണ്ടായിരിക്കുന്ന ഒരു എക്സാമ്പിൾ തന്നെ ഉണ്ടായില്ലേ? പിന്നെ അടുത്ത ഇലക്ഷന് അതിലേക്കാട്ടിലും ആദ്യത്തെ ഭൂരിപക്ഷത്തെക്കാട്ടിലും രണ്ടാമത്തെ ഇലക്ഷൻ നല്ല ഭൂരിപക്ഷത്തിലാണ് പിന്നെയും ജയിച്ചത്. അപ്പോഴും ശനി 2-ൽ സഞ്ചരിക്കുകയാണ്. മനസ്സിലായോ? അതായത് 12-ൽ സഞ്ചരിച്ച 2.5 വർഷം, ജന്മരാശിയിൽ സഞ്ചരിച്ച 2.5 വർഷം, 2-ൽ സഞ്ചരിച്ച 2.5 വർഷം. ഇതാണ് 7.5 ആണ്ട് ശനി എന്ന് പറയുന്നത്. അതേപോലെ ചന്ദ്രൻ നിൽക്കുന്ന കൂറിൻ്റെ 4-ൽ കൂടി ശനി, 7-ൽ കൂടി ശനി, 10-ൽ കൂടി ശനി സഞ്ചരിക്കുന്നതാണ് കണ്ടകശനി എന്ന് പറയുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴും എല്ലാ ജനങ്ങൾക്കും ഈ കണ്ടകൻ ഉണ്ടാകും.
5 വർഷം കൂടുമ്പം എല്ലാ ജനങ്ങൾക്കും ഇത് വന്നുകൊണ്ടിരിക്കും. അദാനിക്കും അംബാനിക്കും ഒക്കെ ഇതുണ്ട്. പക്ഷേ നമ്മൾ കണ്ടകനാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ കണ്ടകൻ നമ്മളെ കൊണ്ടുപോകാനായിട്ട് വരും. നമ്മളത് ശ്രദ്ധിക്കാതിരുന്നാൽ പ്രശ്നമില്ല. ഇനി നമ്മളൊരു അസ്ട്രോളജറിനെ സമീപിച്ച ഒരു വ്യക്തിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് കണ്ടകശനിയാണ്, വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അയാൾ സൂക്ഷ്മമായിട്ട് പോയി കുഴി വീഴും. മനസ്സിൽ ഒരു അങ്കലാപ്പ് ഉണ്ടാകുകയാണ് ആൾക്ക്. അപ്പം ആ മാനസികമായിട്ടുള്ള ഒരു പ്രയാസം കുത്തിവെക്കാതെ ശനിയൊന്നും ഇല്ല, കണ്ടക ശനിയൊന്നും ഇല്ല, നിങ്ങൾക്ക് വേറെ ജോലിയില്ല, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി എന്നൊന്ന് ചോദിച്ചു നോക്കിയാൽ എല്ലാ കാര്യങ്ങളും നടക്കും. എനിക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും പല പ്രസ്ഥാനങ്ങൾ തുടങ്ങാനായിട്ട് ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കണ്ടകശനിയെ തുടങ്ങരുത്. പക്ഷെ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് തുടങ്ങിക്കോ. ആ തുടങ്ങിയ ആൾക്കാർ 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം വന്ന് മാഡം അന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയില്ലായിരുന്നു, കഷ്ടമായി പോയേനെ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം കണ്ടകശനി എന്ന് പറയുന്നതും എല്ലാം മാനസികമായിട്ട് ആൾക്കാർക്ക് ഒരു വൈകല്യമുണ്ടാക്കുന്ന ഒരു വിഷയം എന്ന് മാത്രമേ ഉള്ളൂ. അത് ബാധിക്കാറില്ല. അപ്പോൾ ഈ പറഞ്ഞതിൽ വെച്ചിട്ട് ഗ്രഹമാണ് അപ്പം എല്ലാത്തിനും. ഇപ്പൊ മോദിജി അനിഴാണെന്ന് പറഞ്ഞു, അതേ അനിഴുള്ള എത്രയോ ആളുകൾ ഉണ്ടാവും. അപ്പൊ ഗ്രഹത്തിന്റെ സ്വാധീനമാണ് ഒരാളെ, അല്ലേ? ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ വാരഫലം ആഴ്ചഫലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3 നാളുകളുടെ വെച്ചിട്ട് എല്ലാ ആഴ്ചയും? ഞാനൊക്കെ അത് സ്ഥിരമായിട്ട് നോക്കുന്ന ഒരാളാണ്, പക്ഷെ അനുഭവം ഉണ്ടാവാറുണ്ട് കേട്ടോ പലപ്പോഴും. അതെങ്ങനെയാണത്? അങ്ങനെ അനുഭവം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. ധനനഷ്ടം മാനഹാനിയൊക്കെ പറഞ്ഞു ഉറപ്പായിട്ടും സ്ഥിരമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഏതെങ്കിലും തരത്തിൽ. അല്ലാതെ അതിന് പിന്നിൽ വേറെ ഒന്നുമില്ല. അത് നമ്മുടെ സൈക്കോളജിക്കലി വരുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ദശ അവസാനിക്കുന്ന സമയം, മറ്റൊരു ദശ തുടങ്ങുന്ന സമയം, അതായത് ഇപ്പൊ ബുധദശ അവസാനിക്കുകയാണ്, കേതുർദശ തുടങ്ങാണ്. ആ ഒരു സമയത്തില് നമ്മൾക്ക് പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും എന്ന് പറയാറുണ്ട്. പറയുന്നതിനകത്തും അടിസ്ഥാനമില്ല. എന്താ കാരണം വെച്ചാൽ എത്രയോ പേര് ഈ ദശാകാലം അറിയാത്തവരുണ്ട്. അവരറിയുന്നില്ലല്ലോ ഇതൊന്നും. അറിഞ്ഞു പോയതുകൊണ്ടുള്ള പ്രശ്നമാണ്. നമ്മൾ ഈ ദശ നോക്കിക്കൊണ്ട് എനിക്ക് ശനിദശയാന്നറിയാം, പക്ഷെ ഏതപകാരമെന്ന് ഞാൻ നോക്കാറില്ല. അത് തീരുന്ന എപ്പോഴാന്ന് നോക്കാറില്ല. നോക്കാതെ ഇരുന്ന് നോക്കിയേ ഒരു വിഷയമില്ല. ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്നുള്ളതാണ്. ഇപ്പൊ ഈ പ്രണയ വിവാഹത്തിൽ നമ്മൾ ജാതകം നോക്കണ്ടെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് പ്രണയിക്കുന്ന ആൾക്കാരൊക്കെ അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. പക്ഷെ അതേസമയം പ്രണയിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അറിയാം ഒരാളുടെ നക്ഷത്രത്തിൽ ചൊവ്വാദോഷവും അതും ഇതൊക്കെ ഉണ്ടെന്ന് അറിയാം. അപ്പൊ അതെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം? യഥാർത്ഥത്തിൽ പ്രണയിച്ച് കഴിയുന്നതിന് മാനസികമായിട്ട് മനസ്സിന് ഒരു ഇൻഫ്ലുവൻസ് വരണമെന്നുണ്ടെങ്കിൽ, ഒരാളിനെ ഇഷ്ടപ്പെടണമെങ്കിൽ, അതാണ് ഞാൻ ഈ പറഞ്ഞത്, ആ ഗ്രഹനിലയിൽ ഒരു സ്വാധീനമുണ്ട്. ഗ്രഹനില വഴി ഒരാളിനോട് ഇഷ്ടം തോന്നണമെങ്കിൽ മ്യൂച്വൽ അട്രാക്ഷൻ തോന്നുന്ന രണറണി ഭാവം എന്ന് പറയുന്ന ഒരു പൊരുത്തമുണ്ട്. പിന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ വിട്ടുവീഴ്ചയ്ക്ക് മനോഭാവം കാണിക്കാതിരിക്കുന്നതും ഇപ്പോഴത്തെ പുരുഷനായാലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ടാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മക്കളുള്ളൊരു വീടായിരിക്കും, അച്ഛനും അമ്മയും കെയറിങ് കൊടുക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു കാണത്തില്ല കല്യാണം കഴിച്ച് കൊണ്ടുപോകുമ്പോൾ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്ന് വെച്ചാൽ ഒരു മകളായിരിക്കും ഉള്ളത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പറഞ്ഞോ നീങ്ങി വാ എന്ന് പറയുന്ന പേരൻസാണ്. അപ്പം സിറ്റുവേഷൻ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുന്ന അനുസരിച്ചിട്ട് ആ രീതികൾ മാറുന്നു. മനസ്സിലായ? അതാണ് കാര്യം. അപ്പം ചൊവ്വ ദോഷമുള്ള ഒരു പെൺകുട്ടി ആയാലും ആ കുട്ടിക്ക് ജീവിക്കണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണെങ്കിൽ ജീവിക്കാം. ഇതൊന്നും നോക്കാതെ കല്യാണം കഴിച്ചിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ പോയി ജോത്സ്യനെ കാണുമല്ലോ. അപ്പൊ ചില പരിഹാരങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവും? ഒന്നുമില്ല. പരിഹാരം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രാർത്ഥിക്കുന്നതല്ലേ ഏറ്റവും ഉത്തമം. നമുക്ക് വേണ്ടിയിട്ട് ഒരു ഏജന്റിനെ വെച്ച് അമ്പലത്തിൽ പരിഹാരം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു പൂജ ചെയ്യുന്നതിനോ എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ ഈ നാളുകൾക്ക് വെച്ചിട്ട് ഓരോരുത്തരുടെ സ്വഭാവം അളക്കാറുണ്ട്. ഇപ്പൊ രേവതിക്ക് 100 ശീലങ്ങൾ, അല്ലെങ്കിൽ ചിത്രയ്ക്ക് കുശുമ്പ് സ്വഭാവം ഉണ്ടാവും. ഇതിലൊക്കെ വല്ല കാര്യം ഉണ്ടോ? ഒരു കാര്യമില്ല. ഒരു തെറ്റായ വർത്തമാനമാണ് ചിലർ പറയാറുണ്ട്. നമ്മളടുത്ത് തന്നെ ഇങ്ങോട്ട് വന്ന് പറയാറുണ്ട്, അത് രേവതി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്ന് പറയുന്നത്. കാരണം ആ നക്ഷത്രം ഒരു രാശിയിൽ നിൽക്കുന്ന ആ ഗ്രഹത്തിൻ്റെ
ഒരു ഇത് വെച്ചിട്ടാണ് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സ്വഭാവങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ ആ നക്ഷത്രം ഒരു ഇപ്പം അശ്വതി നക്ഷത്രം നിൽക്കുന്ന മേടൻ രാശിയിലാണ്, അതിൻ്റെ അധിപൻ ചൊവ്വയാണ്. അപ്പം അതിനെ വെച്ചിട്ട് ആ ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്നു ആ നക്ഷത്രം, അതിനെ വെച്ചിട്ട് പറയുന്നതായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ആ നക്ഷത്രത്തിനെ ഏത് ഗ്രഹം നോക്കുന്നു എന്നുള്ളതും കൂടി പറഞ്ഞിരുന്നില്ല. അത് ഗ്രഹനില അനുസരിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അന്ന് അത് പറഞ്ഞിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് കാൽക്കുലേഷൻസ് മാറി, നമ്മൾ കാലത്തിനൊത്ത് മാറ്റങ്ങൾ. ഒരുപാട് ഈ സ്റ്റഡി ചെയ്യുന്നത് കൊണ്ടാണോ മാഡത്തിന് ഒരു വേറിട്ടൊരു ചിന്ത വരുന്നത്? ഇപ്പൊ യഥാർത്ഥത്തിൽ ഏതൊരു വിഷയം പറയുമ്പോഴും എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, തൃക്കാർത്തിക ജ്യോതിഷ പഠന കേന്ദ്രം തന്നെയുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റുഡൻസിന് ഞാൻ പ്രോജക്റ്റ് കൊടുക്കുമ്പം അവർക്ക് ഇപ്പം മധ്യമ രജു 5 പേർക്ക് നിങ്ങൾ ആ മധ്യമ രജു ദമ്പതിമാർ ഉത്തമമായിട്ട് ജീവിക്കുന്നത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് പ്രോജക്റ്റ്. അപ്പം നമ്മൾ ആ റിസർച്ച് ചെയ്തത് ഇല്ല എന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ശരിയല്ലല്ലോ എന്ന് വിലയിരുത്താൻ ഒരവസരം ഉണ്ടാകും. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ ആ ഒരു വിഷയം വരുമ്പം എന്താണ് ആ വിഷയത്തിൻ്റെ കുഴപ്പം എന്ന് അന്വേഷിക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയുടെ പിന്നാലെ പോയാണ് ഞാൻ ഇങ്ങനെ. ഈ മധ്യമരജു എന്ന് പറഞ്ഞാൽ ചേരാൻ പാടില്ലാത്ത ഒരു ആണും പെണ്ണിന്റെയും അല്ലെ, അവർ കല്യാണം കഴിച്ചാൽ കൊളാവും എന്നുള്ളതാ. അപ്പോൾ നമുക്ക് കല്യാണം കഴിക്കാണ്ട് ഒരു ലിവിങ് ടുഗെദർ അവരോട് നിർദ്ദേശിച്ചാലോ? അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലല്ലോ. അല്ല, അങ്ങനെ വരും. ഈ താലി കെട്ടുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ ഉണ്ടോ? താലി കെട്ടാതെ ഒരുമിച്ച് 2 പേര് ജീവിച്ച പ്രശ്നം ഉണ്ടാവോ? അത് അങ്ങനെയാണ് നമ്മുടെ ഈ നാട്ടിന്റെ ഒരു സംസ്കാരം, നമുക്ക് അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ നക്ഷത്ര പൊരുത്തമൊക്കെ എല്ലാവരും നോക്കുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് നോക്കുന്നത്, ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണല്ലോ ഈ നക്ഷത്ര പൊരുത്തമൊക്കെ.